ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കേവർക്കും സുപരിചിതമായ വേദപുസ്തകത്തിലെ ഒരു ചെറിയ ഉപമ പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കാം. കുറവുകളും പോരായ്മകളും ഒക്കെയുണ്ട്, ക്ഷമിക്കണം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരണം. അതിൽ ഒന്നും നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ് യേശു പറയുന്ന ഒരു ഉപമ. തൻ്റെ രാജത്വ പദവി സ്വീകരിക്കുവാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോകുന്ന ഒരു പ്രഭുവിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രഭു രാജപദവി സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് 10 നാണയം വീതം തരുന്നു. അത് ഞാൻ പോയിട്ട് വരുന്നിടം വരെ നിങ്ങൾ വ്യാപാരം ചെയ്ത് ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ആ 10 നാണയം കൊടുത്തു. അദ്ദേഹം എന്നാൽ അതിൽ കുറച്ച് പ്രതിനിധികൾ അദ്ദേഹം രാജത്വ പദവി സ്വീകരിക്കുന്നതിൽ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്ന് പുള്ളിക്കാരൻ പോയി. അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നു. രാജത്വ പദവിയൊക്കെ സ്വീകരിച്ചു തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഭൃത്യന്മാരെ വിളിച്ച് താൻ കൊടുത്ത നാണയം കൊണ്ട് അവരെന്ത് സമ്പാദിച്ചു എന്നറിയാനായിട്ട് ചോദിച്ചപ്പോൾ ഒരു ഭൃത്യൻ വന്ന് പറഞ്ഞു, നീ തന്ന നാണയത്തിൽ നിന്ന് ഞാൻ 10 എണ്ണം കൂടുതൽ സമ്പാദിച്ചു. അപ്പോൾ പ്രഭു എന്തു പറഞ്ഞു? പ്രഭു പറഞ്ഞു, നല്ല കാര്യം. പ്രഭു രാജത്വ പദവി സ്വീകരിച്ചു, രാജാവായി. പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നല്ല കാര്യം, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നിനക്ക് 10 രാജ്യങ്ങളുടെ അധികാരിയായി നിന്നെ ഞാൻ നിയമിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടാമതാവും വന്ന് പറഞ്ഞു, ഞാൻ 5 എണ്ണം കൂടി ഉണ്ടാക്കി. അപ്പോൾ പ്രഭു പറഞ്ഞു, നല്ല കാര്യം, നിന്നെ 5 രാജ്യങ്ങളുടെ അധിപതിയായി നിയമിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തവനാണ് വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഘടകമായി എനിക്ക് തോന്നിയത്. മൂന്നാമത്തവൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഭയമായിരുന്നു, കാരണം നീ കർക്കശക്കാരനാണല്ലോ. നീ വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അതുകൊണ്ട് ഞാനിത് തന്നത് എങ്ങനെയാണോ അതേപോലെ തുണി കെട്ടി പൂട്ടി കെട്ടി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭു ആ ഭൃത്യനോട് പറഞ്ഞു, നിനക്കിതൊക്കെ നേരത്തെ അറിയാവുന്നതല്ലേ? ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വയ്ക്കാത്തത് എടുക്കുന്നവനും ഒക്കെ ആണെന്ന് അറിയാമെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ട് നീ ഇത് കെട്ടിപ്പൂട്ടി വെച്ചു? നിനക്ക് വല്ല ബിസിനസ്സുകാരുടെ കയ്യിലും കൊടുത്ത് അത് കൂടുതൽ പൊലിപ്പിച്ച് കൂടുതലാക്കി ഉണ്ടാക്കി കൂടാമായിരുന്നോ എന്ന് ചോദിച്ചു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തേനും രണ്ടാമത്തേനും അവന് കിട്ടിയത് ഉള്ളത് കൊണ്ട് അവർ ജീവിക്കാൻ പഠിച്ചു. ഉള്ളത് കൊണ്ട് അത് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിച്ചു. കിട്ടിയത് തക്ക സമയത്ത് അവരുടെ കഴിവുകൾ വിനിയോഗിച്ച് അതിനെ നൂറുമേനിയായിട്ട് അവന് വളർത്താൻ അവൻ സാധിച്ചു. പക്ഷേ ഈ ലാസ്റ്റത്തവനാണ് നമ്മളെപ്പോലെയുള്ളവർ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ളവരാണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഉള്ളിലെ സാധ്യതകളെ ഒന്നും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ചിലപ്പോൾ അതിന് സാഹചര്യം ഉണ്ടാകാം. എല്ലാവർക്കും എല്ലാ സാഹചര്യവും ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവുകളെ വിനിയോഗിക്കാനായിട്ട് സാധിക്കണമെന്നാണ് എനിക്ക് ഈ ചിന്തയിൽ നിന്ന് മനസ്സിലായത്. അതുമാത്രമല്ല, ആ ഭൃത്യൻ പറഞ്ഞ ഒരു കാര്യം കൂടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, പുള്ളിക്കാരന് വേണമെങ്കിൽ കിട്ടിയ കാശ് ഒന്നുകൂടെ കൂടുതലായി വിപുലീകരിക്കുന്നതിന് പകരം, പുള്ളിക്കാരൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് പകരം പുള്ളിക്കാരനൊരു മുൻവിധി നടത്തി ആ രാജാവിന് നേരെ കുറ്റം ചുമത്തുക. രാജാവിനോട് പറയുകയാണ്, നീ കർക്കശക്കാരനും പിന്നെ വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ഒക്കെ അല്ലേ എന്നൊരു മുൻവിധിയായിട്ട് പറയുക. അപ്പോൾ ചിലപ്പോൾ ആയിരുന്നിരിക്കാം, പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്, ചിലപ്പോൾ ആയിരുന്നിരിക്കാം, ചിലപ്പോൾ ഇപ്പോൾ രാജത്വ പദമൊക്കെ സ്വീകരിച്ച ദൈവം എനിക്ക് ഇത്രയും കഴിവൊക്കെ തന്നല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ മാനസാന്തരപ്പെടാനായിരിക്കും സാധ്യതയില്ലേ ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി, എനിക്ക് അവൻ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുമായിരിക്കും, അതുകൊണ്ട് ഞാനിത് ഉള്ളത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം, ആ ഭൃത്യൻ്റെ കുഴപ്പമല്ല, അതെ ആ രാജാവിൻ്റെ കുഴപ്പമല്ല അല്ലേ? അതുപോലെയാണ് എൻ്റെ ജീവിതമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് ഉണ്ടാകുന്ന കഴിവുകളെ നമ്മൾ തിരിച്ചറിയാനും നമുക്ക് സാഹചര്യങ്ങളും വാതിലുകളും നമ്മുടെ നേരെ തുറക്കാനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഈ ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിട്ടുന്ന സാഹചര്യത്തിൽ ഉള്ളതുപോലെ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാനായിട്ട് സാധിക്കണം.
അതിന് ദൈവിക സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അതിനെ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കാനും നമുക്ക് കഴിയണമെന്നാണ് ഈ ചിന്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാനിങ്ങനെ എൻ്റെ വളരെ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു യൂട്യൂബ് ചാനലിൽ നിന്നല്ല വചന പ്രഘോഷണം എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊരു നമുക്കിപ്പോൾ സാധ്യതകൾ ഒത്തിരിയുണ്ട്. വചനം പ്രസംഗിക്കാനായിട്ട് നമുക്ക് ഒത്തിരി സാധ്യതകളില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ പ്രഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, മക്കൾ പറഞ്ഞു, അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ്, അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെയാണ് ഇതുണ്ടാക്കി എനിക്ക് യൂട്യൂബും ഇത് അപ്ലോഡ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. അവർ തന്നെയാണ് ഇതെല്ലാം റെഡിയാക്കിയത്. അപ്പം ഞാൻ ഇങ്ങനെയൊരു സാധ്യത തെളിഞ്ഞു വന്നതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നിയതല്ല. ഈ യൂട്യൂബ് ഉണ്ടാക്കുന്നതൊക്കെ 2 ദിവസത്തിനുള്ളിൽ തോന്നിയതാണേ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, വളരെ നാളുകൾക്ക് മുമ്പേ ഉള്ള ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ പ്രഘോഷണം നടത്തണമെന്ന്. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ വചനം എഴുതി സൂക്ഷിക്കുന്ന ഒത്തിരിയേറെ ഡയറികളും വചനത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥനകൾ ഉണ്ടാക്കുകയും എഴുതുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വരും നാളുകളിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്കത് സാധ്യമാകുന്ന ഒരു സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കിത്തരും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചിലർ നമുക്ക് ചിന്തിക്കുമായിരിക്കും, ഇപ്പം എന്നോടൊരാൾ ചോദിച്ചു, നിനക്കിപ്പോൾ സുപ്രഭാതത്തിൽ ഇങ്ങനെ പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ സുപ്രഭാതത്തിൽ തോന്നി, അപ്പം ഞാൻ പറഞ്ഞു, ഈ മോശ അടിമകളായിരുന്ന തൻ്റെ ഈജിപ്തുകാരെ കാനാൻ ദേശം കാണിക്കാനായിട്ട് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ വേണ്ടി കാനാൻ ദേശത്തെത്തിക്കാൻ വേണ്ടി 40 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. 40 വർഷം. അപ്പം ഞാൻ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്നൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി. അപ്പോൾ 400 കിലോമീറ്റർ. ഈ 400 കിലോമീറ്റർ എന്ന് പറയുമ്പോഴേ അധികം ദൂരമില്ല. എൻ്റെ ഇവിടുന്ന് മാവേലിക്കരയിൽ നിന്ന് കണ്ണൂർ പോകുന്ന ദൂരമേ ഉള്ളൂ. മാവേലിക്കരയിൽ നിന്ന് കണ്ണൂർ പോകാൻ 450 കിലോമീറ്റർ ഉണ്ട്. അത് ട്രെയിനിന് പോയാൽ ഒരു രാത്രി എടുക്കും. ഫ്ലൈറ്റിന് പോയാൽ 1/4 മണിക്കൂറൊക്കെ എടുക്കുള്ളായിരിക്കും, അല്ല 1 മണിക്കൂർ. എന്നാൽ ഈ 40 വർഷം എടുത്തു മോശയ്ക്ക് ഈ അടിമകളായി കിടന്ന തൻ്റെ ജനങ്ങളെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്രയാണം. അപ്പോൾ പിന്നെ സാധാരണക്കാരിയായ എനിക്ക് ഇത്രയും വർഷം എടുത്തു എന്നെ ഒന്ന് തിരിച്ചറിയാൻ. അത് തെറ്റൊന്നും അല്ലല്ലോ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് മുന്നോട്ട് പോകുവാനായിട്ട് അതിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുന്നോട്ടുള്ള ഓരോ ദിവസവും എന്നെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കണം കേട്ടോ. കുറവുകളും പോരായ്മകളും ഒക്കെ ക്ഷമിക്കണമേ എന്നുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. ഞാനെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താവേ. ഓക്കെ, നല്ലൊരു ദിവസം നേരുന്നു.